ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു റൈഡ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള വണ്ടികളാണ് ഇതെല്ലാം. G800, G1000, Ninja 1000, ഒരു ഹാർലി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഒരു ഡേറ്റോണ 1000 RR, ഒരു ബൂസ, ഒരു GS 1250, അങ്ങനെ കുറച്ച് നല്ല വണ്ടികൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈസ്, ഇന്നും നമ്മളുടെ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒരു 100 ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ, ഒരു ഗിവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ബൈക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ പോകുന്നത് ചാലിയം, ബേപ്പൂർ ആ ഒരു ഭാഗത്തോട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു റൈഡ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഗോ. ബൂസ 1000, നമ്മുടെ ബാക്കിൽ ഒരു 10R വരുന്നുണ്ട്, ഒരു S1000 RR, ഒരു BMW GS 1250, G800, G1000, 9 വണ്ടികളുണ്ട് നമ്മളെ ഇവിടെ നിന്ന്. RR പോകുന്നു, 1000 RR, 1250, G900, G1000, 1250, S1000 RR, G800, എത്തിയിരിക്കുന്നത്
കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ജങ്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയില്ല നമ്മളെ പ്ലാൻ എന്താണെന്നുള്ള അറിയില്ല. ചിലപ്പോൾ പുളിമൂട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി കുറച്ച് സീൻസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്ന് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. പണി കിട്ടാതിരുന്നാൽ മതി. പുളിമൂടിൻ്റെ അകത്തോട്ട് വൗ നൈസ്. ഇപ്പോൾ ഒരു ഡ്രോണും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കുമായിരുന്നു കേട്ടോ. ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു തുറമുഖം കേട്ടോ. ഈ അറബികളൊക്കെ പ്രത്യേകിച്ചും അറബികളുടെയൊക്കെ ചരക്ക് നീക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണത്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, ഇപ്പം ഒന്നുകൂടെ ഡെവലപ്പായി വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ബേപ്പൂർ ഫെസ്റ്റ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലനാണ് സംഭവം, പരിപാടിയൊക്കെ അടിപൊളിയാണ്. വൈകിട്ട് വന്നാൽ അവിടെ കാലുകുത്തുന്ന സ്ഥലം കാണത്തില്ല, അത്രയ്ക്കും തിരക്കാണ്. സോ നമ്മളിതാ പുളിമൂടിൻ്റെ ഡെഡ് എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഡെഡ് എൻഡ് എത്തിയിട്ടില്ല, പക്ഷെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നൈസ് വ്യൂ മാൻ. പൊളി. അപ്പോൾ നമ്മൾ കടലിൻ്റെ നടുവിലാണ്. ഇപ്പം നടുവിലല്ല, എന്നാലും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സൂര്യൻ ഇതാ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാ വണ്ടികളും നമ്മളിതാ ലൈനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ വണ്ടി വെച്ചിരുന്നത്. അന്നേരം സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് ക്യാമറ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്ത് ഓപ്പോസിറ്റ് വെച്ച് വണ്ടി. അപ്പോൾ നല്ല വ്യൂ ആണ്, നല്ല കിടിലൻ വ്യൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ വിട്ടിട്ട് അവിടെ ഒരു ജങ്കാർ വരുന്നുണ്ട്. ജങ്കാറിൽ നമ്മൾ വണ്ടി കയറ്റിയിട്ട് അപ്പുറത്ത് കിടക്കും. അപ്പുറത്ത് ബേപ്പൂരിലോട്ട് കടന്നിട്ട് പിന്നെ നമ്മൾ കുറ്റിച്ചിറ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയിട്ട് കോഴിക്കോട് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നു, തിരിച്ച് ജങ്കാർ കയറി നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നു.
എന്താ പറഞ്ഞേ? അപ്പോൾ നമ്മൾ ജങ്കാറിലോട്ട് കയറി. ഓ, തിരിച്ചു വെക്കണമല്ലോ അല്ലേ? തിരിച്ചു വെക്കണോ? പൊളി. നമ്മളിതിനു മുമ്പ് ജങ്കാറ് പോയിട്ടുള്ളത് ഗോവയിൽ പോയ സമയത്തായിരുന്നു. ഒന്നുകൂടെ. ബാക്ക് പോകാൻ നോക്കുന്നു. ഇവിടെ വെച്ചോ. സോ ഗൈസ്, ജങ്കാർ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിനി അടുത്തത് ജങ്കാർ പോകുന്ന ബേപ്പൂരിലോട്ടാണ്. നൈസ് ഗൈസ്. പൊളി സാധനം. അപ്പോൾ ഇനി എല്ലാവരും ഇറങ്ങാനുള്ള പുറപ്പാടില്ല. വണ്ടി നിർത്തിയില്ലെങ്കിലും വേണ്ടില്ല. അത് പണ്ടേ അങ്ങനെ തന്നെ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണാം വണ്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാഗും ലഗേജൊക്കെ എടുത്ത് ആളുകൾ ഇറങ്ങും. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ വേറൊരു ജില്ലയിലെത്തിയിരിക്കുന്നു. കോഴിക്കോട് ബേപ്പൂരിലോട്ട് കാലുകുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടിലെ ഫേമസ് ബീച്ചിലാണ് കേട്ടോ. അത് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ടീച്ചർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വണ്ടി പാർക്കിംഗ് ആണ് ഒരു ഇഷ്യൂ. അപ്പോൾ അത് നമ്മൾ കുറ്റിച്ചിറ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളൊരു ഗിവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ കൂടുതൽ ആളുകൾക്ക് ആ വീഡിയോ എത്തും, അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.